ഇവിടെ ഇവള് കൊറോണ ലോക്ക്ഡൌണിൽ അറിയാതെ വാടക വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. പക്ഷെ അതിനുശേഷം ഇവളെ കൊണ്ട് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതേ സമയത്ത് ഇവൾക്കാണെങ്കിൽ പോകാനായിട്ട് വേറെ വീടും ഉണ്ടാവില്ല. എന്നാൽ ആ സമയത്ത് ഹീറോനാണെങ്കിൽ ഒരു സൈക്കോനെ പെടും. അവനാണെങ്കിൽ വേറെ വിരോധം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയും. സോ ഇവൾക്കും ഇത് വിട്ട് വേറെ വഴി ഉണ്ടാവില്ല. അതേ സമയത്ത് ഇവനെ കാണാൻ അത്രയ്ക്ക് മോശമായിരിക്കില്ല. അതുകൊണ്ട് ഇവള് സമ്മതിക്കുകയാണ്. പക്ഷെ ഇവൾ ആ വീട്ടിൽ കയറിയോടും തന്നെ അവൻ ഇവളോടുള്ള ബിഹേവിയർ കുറച്ചായിട്ട് മാറാൻ തുടങ്ങും. രാവിലെ മുഴുവൻ നോർമലായിട്ട് ചിരിച്ച് സംസാരിക്കുന്ന ഇവനാണെങ്കിൽ രാത്രിയാവുന്നതോടെ ഹീറോനെ സെഡ്യൂസ് എന്ന രീതി സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ഇവനെ കുറിച്ച് അറിയാത്ത ഹീറോനാണെങ്കിൽ അത് ഫ്ലേട്ടിംഗ് ആണെന്ന് വിചാരിച്ച് കയറി ചെയ്ത് വിടുകയാണ്. ആ ദിവസം നൈറ്റ് ഇവൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ വെളിയിൽ എന്തോ സൗണ്ട് കേൾക്കും. ഇവളും എണീറ്റ് പോയിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ അവനൊരു വലിയ ബാഗിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അതിലെന്താണ് ചോദിച്ചാൽ അവനാണെങ്കിൽ നേരെ ഒന്നും പറയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ആ ബാഗിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് അവൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി ആ ബാഗ് തുറന്നു നോക്കുകയാണ്. പക്ഷെ ഇവൾ ആ ബാഗ് തുറന്നത് ഷോക്ക് ആവാണ്. കാരണം അതിലാണെങ്കിൽ ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡി ഉണ്ടാവും. ആ ദിവസം നൈറ്റ് ആണെങ്കിൽ അവൻ ആ ഡെഡ് ബോഡിയോട് ഫിസിക്കലായിട്ട് ഇരിക്കുകയാണ്. ഇത് കൂടെ കണ്ടുടങ്ങി ഇവളാണെങ്കിൽ അവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ കാണാത്ത രീതിയിൽ റൂമിൽ വന്ന് നടക്കും. പക്ഷെ ഇവൾ ഉറങ്ങിയ ശേഷം അവനാണെങ്കിൽ ഇവളെയും ഒന്ന് തുടർന്ന് നോക്കുകയാണ്. അടുത്ത ദിവസം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവളെല്ലാം പാക്ക് ചെയ്ത് അവിടെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അവനെ കണ്ണിപ്പെടും. ഇവൾക്ക് എല്ലാം മനസ്സിലായി എന്നറിയുന്നവനാണെങ്കിൽ ഇവളെയും പിടിച്ച് കെട്ടിയിടുകയാണ്. ആ സമയത്ത് ഇവന്റെ ഫ്രണ്ടിന്റെ ഇവന് കോൾ വരികയാണ്. ഇവനാണെങ്കിൽ ഇവളെ കിട്ടിയ കാര്യം അവനോട് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇവളുടെ ഫോട്ടോ കാണുന്നവനാണെങ്കിൽ ഇവൾ ഓൾറെഡി 2 ആഴ്ച മുന്നേ മരിച്ചു എന്ന് പറയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ഇവനാണെങ്കിൽ അവനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവനാണെങ്കിൽ ആ റൂമിൽ പോയി നോക്കിയാൽ അവൾ അവിടെ കാണണ്ടാവില്ല. അടുത്ത സെക്കൻഡ് തന്നെ അവിടേക്ക് പ്രേതമായിട്ട് വരുന്ന അവളാണെങ്കിൽ ഇവന് കഴുതി കടിക്കുകയാണ്. അവനെ കൊന്ന ശേഷം വീണ്ടും അടുത്തേക്കായിട്ട് സെയിം സ്റ്റെയർ കേസിൽ പോയിരുന്ന് കരയാൻ തുടങ്ങും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോക്ക്ഡൌണിൽ ഇതേപോലെ പ്രേതങ്ങളുടെ അനുഭവം ഉണ്ടോ എന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് വെക്കുക.